السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل على سيدنا محمد وعلى آل محمد. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സത്യവിശ്വാസികളെ, എൻ്റെ ക്ലാസ്സുകൾ സശ്രദ്ധം കേൾക്കുന്ന നല്ലവരായ ശ്രോതാക്കളെ, ഇന്ന് നമ്മുടെ വിഷയം കല്യാണം ബന്ധപ്പെട്ട ആഭാസങ്ങൾ. നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകിയ ലഖബ് അല്ലെങ്കിൽ ടൈറ്റിൽ, ഖുർആനിൽ പല ടൈറ്റിലുമുണ്ട്. അതിൽ മൊത്തത്തിൽ മുസ്ലിം ഉമ്മത്തിന് നൽകിയ ടൈറ്റിലാണ് ഖൈറു ഉമ്മ എന്നുള്ളത്. കുന്തും ഖൈറു ഉമ്മ, നിങ്ങൾ ഏറ്റവും ഉത്തമ സമൂഹമാണ്. യു ആർ ദ ബെസ്റ്റ് കമ്മ്യൂണിറ്റി എമംഗ് ദ കമ്മ്യൂണിറ്റീസ്. ഉഖ്രിയത്തു ലിന്നാസ്, നിങ്ങൾ അള്ളാഹു അയച്ചിരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. എന്താ ജോലി? തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുകയും തിന്മ തടയലുമാണ് നമ്മുടെ പ്രധാന ജോലി. ഈ ജോലി നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമ്മൾക്ക് നൽകിയ പേരാണ് ഖൈറു ഉമ്മ. കുന്തും ഖൈറു ഉമ്മ ഐ അസ്ബഹ്തും ഖൈറു ഉമ്മ ബിമജീഇ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തഫ്സീർ ഇങ്ങനെ കാണാൻ സാധിക്കും. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തോടു കൂടി പ്രവാചകർ അവരുടെ തഅലീമും തസ്കിയത്തും ഹിദായത്തിലൂടെ വളർന്നു വന്ന മുസ്ലിം ഉമ്മത്ത് അവരുടെ ജോലി ഇതാണ്. ലോകത്ത് ഏതാണ്ട് 800 കോടി ഉണ്ടാവും, പോപ്പുലേഷൻ ഉണ്ട്. അതിലൊരു 250 കോടി മുസ്ലിങ്ങൾ പോയാൽ പിന്നെ 550 കോടി വരുന്ന അന്നാസ്, മനുഷ്യ സഞ്ചയത്തിന് വേണ്ടിയാണ്, അന്നാസിന് വേണ്ടിയാണ് നമ്മൾ അള്ളാഹു നിയോഗിച്ചിരിക്കുന്നത്. വേറൊരു ഭാഗത്തുള്ള പറയുന്നു, وَكَذَلِكَ جَعَلْنَاكُمْ أُمَّةً وَسَطًا لِتَكُونُوا شُهَدَاءَ عَلَى النَّاسِ. وَكَذَلِكَ جَعَلْنَاكُمْ أُمَّةً وَسَطًا, നിങ്ങളെ ഒരു മധ്യമ സമൂഹമാക്കി മാറ്റിയിരിക്കുന്നു. لِتَكُونُوا شُهَدَاءَ عَلَى النَّاسِ, ജനങ്ങൾക്ക് നിങ്ങൾ സാക്ഷികളാവാൻ വേണ്ടി. നമ്മുടെ ഓരോ മേഖലയും, വ്യക്തിമേഖല, വ്യക്തിജീവിതം, കുടുംബജീവിതം, സാമൂഹ്യ ജീവിതം, വിദ്യാഭ്യാസ മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ മേഖല, നമ്മുടെ കല്യാണം ഒക്കെ എന്താണ്, മറ്റു കൂട്ടർക്ക് അത് കണ്ട് പഠിക്കണം. ഇവരാണ് ഉത്തമ സമൂഹമെന്ന്. ഇത് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് നമ്മുടെ അവസ്ഥ എന്താ? കല്യാണത്തിൻ്റെ പേരിൽ, നിക്കാഹിൻ്റെ പേരിൽ, നിക്കാഹ് കഴിഞ്ഞ ഉടനെ അല്ലെങ്കിൽ നിക്കാഹിൻ്റെ മുമ്പും അതിന് ശേഷവും നടക്കുന്ന ആഭാസങ്ങളും കോപ്രായങ്ങൾ, വിഡ്ഢിത്തങ്ങൾ, തെമ്മാടിത്തങ്ങൾ, അതുപോലെ തന്നെ അമിതമായ ചെലവുകൾ, ഇതൊക്കെ നമ്മളിങ്ങനെ വഹിച്ചുകൊണ്ട് ഭൂമിയിൽ, അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ഭാരം ചുമന്നുകൊണ്ട്, മനസ്സാന്നിധ്യം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഡിപ്രസ്ഡ് മൈൻഡിലാണ് ഇന്ന് സമൂഹം കഴിഞ്ഞുകൂടുന്നത്. അള്ളാഹു ബർക്കത്തിനെ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കല്യാണം നിക്കാഹ് കഴിഞ്ഞ ഉടനെ പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ബാരിക് ലക്കുമാ വബാരിക് അലൈക്കുമാ വജമഅ ബൈനക്കുമാ ബിൽ ഖൈർ. ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉസ്താദ് നിക്കാഹ് കഴിപ്പിച്ചു വരുന്നു, ഉസ്താദും പ്രാർത്ഥിക്കുന്നു. അതിന് മുമ്പ് ഖുതുബയുണ്ട്, അതും പറഞ്ഞു വരുന്നു. ഖുതുബ അല്ലെങ്കിൽ നിക്കാഹ് കഴിഞ്ഞ ഉടനെ നമ്മളതായ ഹവൻ നഫ്സിൻ്റെ പിന്നിലാണ്. രണ്ട് കാര്യം, ഒന്ന് ഹിദായത്ത്, ഒന്ന് ഹവൻ നഫ്സ്. ഹവൻ നഫ്സിൽ ജായിസായതുമുണ്ട്, ഇല്ലാത്തതുമുണ്ട്. അപ്പോൾ ഹവൻ നഫ്സിൻ്റെ പിന്നിൽ കൂടുമ്പോൾ സ്വാഭാവികമായി നമ്മളെന്ത് ചെയ്യുന്നു? അറിവില്ലായ്മ കൊണ്ടും അശ്രദ്ധ കൊണ്ടും എന്തൊക്കെ അന്ന് ചെയ്യാമോ, എന്തൊക്കെ തോന്നിവാസങ്ങൾ ചെയ്യാമോ, മറ്റു കൂട്ട് കണ്ട് പരിഹസിച്ചോട്ടെ, ചിരിച്ചോട്ടെ, തമാശാഹിക്കോട്ടെ. നമ്മൾ എനിക്ക് ഇഷ്ടം പോലെ പണമുണ്ട്, ഞാൻ ചിലവഴിക്കും, ഞാൻ വന്ന് ശരിക്കും ഒന്ന് തിമിർത്തി ഞാൻ എന്തു ചെയ്യും, ആഘോഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ അഹംഭാവവും അവൻ്റെ കിബിറും അവൻ കാണിക്കുകയാണ്. ഇത് പൊതുവെ നമ്മുടെ നാട്ടിൽ കാണുന്ന അവസ്ഥയാണല്ലോ, കേരളത്തിൽ മുസ്ലിങ്ങളുടെ അവസ്ഥ പല സ്ഥലത്തും. അപ്പോൾ ഈ കല്യാണം എന്താണ്? ഇത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. നിക്കാഹ് എന്താണ്? അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. ഖുർആനിൽ ഏതാണ്ട് 11ഓളം സ്ഥലങ്ങളിൽ ഒമിൻ ആയാത്തിഹി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം. അള്ളാഹുവിനെ പറ്റി മനസ്സിലാക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഖുർആൻ, 2 അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ, 3 അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകിയിട്ടുള്ള പല സംഭവങ്ങളും, പല ഫെനോമിനകൾ,
ഈ കല്യാണം രണ്ട് വ്യത്യസ്തരായ ആൾക്കാർ, അന്യരായ രണ്ട് ആൾക്കാർ അള്ളാഹുവിൻ്റെ പേരിൽ ഒന്നിക്കുകയാണ്. ഇത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. ഏതുപോലെ അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ചത് ദൃഷ്ടാന്തമാണെന്ന് പറഞ്ഞ പോലെ തന്നെ ഖുർആൻ ഈ ഇണകളെ ചേരുന്ന ഈ കല്യാണം മിൻ ആയാത്തി അൻ ഖലഖലക്കും മിൻ അൻഫുസിക്കും അസ്വാജ, സൗജുകളാക്കി മാറ്റുന്ന ഈ അവസ്ഥ, ഈ സംരംഭം, ഈ നിക്കാഹ്, അത് ഒരു ഇബാദത്താണ്. ഇബാദത്തിൽ ഒരു ഇബാദത്താണ്. ആ ഇബാദത്ത് നമ്മൾ എന്താക്കി മാറ്റുകയാണ്? ഹവൻ നഫ്സ് കടത്തിക്കൂട്ടി പൈശാചികമായി തോന്നിവാസങ്ങൾ കൊണ്ടതിനെ മലീമസമാക്കുകയാണ്. നിക്കാഹ് ഇബാദത്താണ്. നിക്കാഹിന് മുമ്പുള്ള കാര്യം ഇബാദത്താണ്, ശേഷമുള്ള കാര്യം ഇബാദത്താണ്. സത്യവിശ്വാസം സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവൻ അശ്രദ്ധയിലല്ല. അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു ഇഷ്ടപ്പെട്ടതായിരിക്കണം. അള്ളാഹു അനുവദിച്ചൊക്കെ ചെയ്യാം. കല്യാണത്തെ അള്ളാഹു അനുവദിച്ച് തന്ന എന്ത് ആലിന് നിക്കാഹക്കും ബിദ്ദഫ്, ദഫാകാം, മറ്റതാകാം, ചില കാര്യങ്ങളൊക്കെ അനുവദിച്ചിട്ടുണ്ട്. അതല്ലാതെ കല്യാണത്തിൻ്റെ അന്ന്, നിക്കാഹിൻ്റെ അന്ന് മറ്റ് സമൂഹത്തിന് മാതൃകാവേണ്ട നമ്മൾ മറ്റ് സമൂഹം ചിരിക്കുമാറ്, നമ്മൾ അവഹേളിക്കുമാറ്, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിനെ അവഹേളിക്കുമാറ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം എത്ര വലിയ തമ്മാടിത്തമാണ്, എത്ര വലിയ കുറ്റകരമാണ്. അപ്പോൾ ഈ കല്യാണം എന്ന് പറയുന്നത് അത് ഒരു ഇബാദത്താണ്. നമ്മൾ മറ്റെല്ലാ കാര്യങ്ങളും, ഹജ്ജ് ഇബാദത്താണ്, നമസ്കാരം, ഇതിനൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നല്ലോ ഉസ്താദന്മാരോട്. വുളുവിൻ്റെ കാര്യം ചോദിച്ച് മനസ്സിലാക്കുന്നു, സക്കാത്തിൻ്റെ കാര്യം ചോദിച്ച് മനസ്സിലാക്കുന്നു, ഹജ്ജിൻ്റെ കാര്യം ചോദിച്ച് അതുപോലെ തന്നെ കല്യാണം ഒരു കുടുംബജീവിതത്തിലേക്ക് കടക്കാൻ പോകുന്ന ഒരു മനുഷ്യൻ്റെ പകുതി ദീന് പൂർത്തിയാക്കുന്ന ഏറ്റവും വലിയ ഘടകമാണ് കല്യാണം, നിക്കാഹ്. ആ നിക്കാഹ് നടത്തപ്പെടുമ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്തും ബർക്കത്തും ഉണ്ടായിരിക്കണം. ആ ബർക്കത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഏത്? ഉസ്താദ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, സുന്നത്തായ പ്രാർത്ഥന. അള്ളാഹു ബാരിക്കലക്കും ബാരിക്ക അലൈക്കും എന്നുള്ളത്. ആ ബർക്കത്ത് എന്താണ്? അള്ളാഹുവിൻ്റെ ഭാഗത്തുള്ള നമൂവ്, സിയാദ വൻ നമൂവ്, സമൃദ്ധി. അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് നൽകുന്ന മനസ്സമാധാനം, തുമഅനീനത്ത്, അവനെ ഇബാദത്ത് ചെയ്യാനുള്ള അനുഗ്രഹം, നല്ല കുടുംബജീവിതം. ഇന്ന് അവസ്ഥ എന്താണ്? എല്ലാം ഡിപ്രസ്ഡ് കുടുംബമാണ്. മുസ്ലിം കുടുംബത്തിൽ പല വീടുകളിലും ഡിപ്രഷനാണ്, പല വീടുകളിലും പ്രശ്നങ്ങളാണ്. എന്താ കാരണം? അതിന് പല കാരണങ്ങളുണ്ട്. ഒരു പ്രധാന കാരണം എന്താണ്? അള്ളാഹു ചെയ്ത അനുഗ്രഹത്തിന് നന്ദി കാണിക്കാതെ, അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമായി എണ്ണിയ നിക്കാഹിനെയും കല്യാണത്തെയും തോന്നിവാസ്യമാക്കി മാറ്റിയതാണ്. കല്യാണത്തെ അനുവദനീയമായ കാര്യം ചെയ്യാനുണ്ട് കുറേ നമ്മൾക്ക്. കല്യാണത്തിൽ വലീമയുണ്ട്. വലീമ ഔലിമു ഒലോബിഷാത്തിൻ, നമ്മുടെ കഴിവനുസരിച്ച് നമുക്ക് വലീമ കൊടുക്കാം, ഇസ്രാഫില്ലാതെ, അനാവശ്യങ്ങളില്ലാതെ. ഗസ്റ്റ് നമ്മളെ വലീമക്ക് വിളിക്കപ്പെട്ട വ്യക്തി, ആ വ്യക്തിയെ ആദരിക്കൽ നമ്മളെ സംബന്ധിച്ചുള്ള ഇബാദത്താണ്. ആ വ്യക്തി നമ്മളെ കാണാൻ വരുന്നു, ആ വ്യക്തി എന്ത് ചെയ്യുന്നു? കൈ ഒരു ഷേക്കന് നടത്തുന്നു. എന്നിട്ട് അവനോട് പറയുന്നു, അങ്ങോട്ട് പോയിക്കോ, അവിടെ ആഹാരം കഴിച്ചോ, അവിടെ പ്ലേറ്റ് എടുത്ത് ലേ നിന്നോ. ഈ ബഫേ സംസ്കാരം ആര് കൊണ്ടുവന്നതാണ്? ഇസ്ലാമിക് ബഫേ ഉണ്ട്. അത് ടേബിളിൽ വെച്ചുകൊണ്ട് നമ്മളെ ഗസ്റ്റിനെ, നമ്മുടെ വലിമക്ക് ക്ഷണിക്കപ്പെട്ട വ്യക്തികളെ ഇരുത്തി, അവർക്ക് ബഹുമാന പുരസ്കാരം അവരെ ഇരുത്തി അവരെ ആദരിച്ച് കൊടുക്കേണ്ട ഫുഡ്. ഇങ്ങനെ പല കാര്യങ്ങളിലും തോന്നിവാസം കാണിച്ചിട്ട് പിന്നെ എവിടെ നിന്നാണ് ബർക്കത്ത് ലഭിക്കുക? ബർക്കത്ത് ഇല്ലാത്ത അവസ്ഥ എന്താണ്? തോന്നിവാസങ്ങൾ ചെയ്യാനുള്ള ഒരു ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ ഇബാദത്തായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ് നമ്മുടെ നിക്കാഹ്. ആ നിക്കാഹ് അത് പരിപൂർണമായിട്ടും എന്താണ്? അള്ളാഹും റസൂലും കാണിച്ച സ്വഭാവത്തിലായിരിക്കണം. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകരിലൂടെ കാണിച്ചു തന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അവിടെ പിന്നെ പിശുക്കോ അല്ലെങ്കിൽ പിന്നെ അവിടെ തഖ്വ കൂടിക്കൊണ്ട് ഒന്നും വേണ്ട എന്ന് പറയുന്നില്ല. മറിച്ച് അവിടെ ചെയ്യേണ്ടതൊക്കെ ചെയ്യണം. അതല്ലാത്ത ഇസ്ലാമിൻ്റെ വിരുദ്ധമായ ഹവൻ നഫ്സ് പറയുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ കല്യാണത്തിൻ്റെ, നിക്കാഹിൻ്റെ റഹ്മത്തും ബറക്കത്തും ഉയർത്തപ്പെടുന്നു. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. പണ്ഡിതന്മാർ, ഉസ്താദന്മാർ ഇതുപോലത്തെ കല്യാണത്തിന് ക്ലാസ് എടുത്ത് കൊടുക്കുക, ഖുത്ബയിലെങ്കിലും പറയുക. എല്ലാവരും ഈ വിഷയത്തിൽ ബോധവാന്മാരാവുക. ഇൻഷാ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അമൽ ചെയ്യുവാൻ നമ്മൾക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.